ഹാമർ ഉപയോഗിച്ചിട്ട് ഈ ഹാമർ ഉപയോഗിച്ചിട്ടൊക്കെ ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ കത്തിയോ വാളൊക്കെ ഉപയോഗിച്ച് കൊല്ലുന്ന കണക്കല്ല. അതൊരു ബ്ലെൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് ഈ ഹാമർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം സ്വയബോധം ഉള്ളവർക്ക് പറ്റുന്നൊരു സംഭവമല്ല ഈ ഹാമറൊക്കെ വെച്ചിട്ട് ഒരാളെ അടിക്കുക കൊല്ലുക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവൻ ഈ ഡ്രഗ്സിന്റെ പുറത്താണെങ്കിലും എന്ത് ഡ്രഗ്, അത് അവൻ എവിടുന്ന് കിട്ടി, ഇതെല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതൊന്ന്. പിന്നെ ഇവന്റെ മോട്ടീവ് എന്താണ്? ഡ്രഗ് ഉപയോഗിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണി കാണുന്നതല്ല. പിന്നെ അവന് വേറെ ആരെയൊക്കെ കൊല്ലായിരുന്നു? ഇവന്റെ അച്ഛന്റെ ഇപ്പം മറ്റേ ഒരു സഹോദരനെയാണ് കൊന്നെന്ന് പറയുന്നത്. വേറെ സഹോദരന്മാരുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം ലത്തീഫ് എന്ന് പറഞ്ഞ ആളെ മാത്രം തിരഞ്ഞെടുത്തു? അത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ അനിയന് മറ്റേ കുഴിമന്തിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുന്നു. അപ്പൊ അത്ര സ്നേഹമുണ്ട്. പിന്നെ എന്തിനാണ് അവൻ ഇത്ര മൃഗീയമായിട്ട് കൊന്നത്? അനിയന്റെ ഒരു കണ്ണ് കാണാനില്ല, കണ്ണ് അകത്തേക്ക് കുഴിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അടി കൊണ്ടിട്ട്. കുഴിമന്തിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് കൊല്ലണമെന്ന് ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ മൃഗീയമായിട്ട് കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, മൃഗീയമായിട്ടുള്ള രീതി കൊന്നതാണ് വീണ്ടും നമുക്കൊരു സംശയം ജനിപ്പിക്കുന്ന കാര്യം. വിഷം കൊടുത്തതൊക്കെയാണ് നമുക്ക് പിന്നെ നമുക്ക് ആ ഒരു രീതിയിലെങ്കിലും പറയാം. ഓക്കെ, ഇത് ഇത്ര കണ്ണിച്ചോര ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയാൻ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് ഒരു കിട്ടുന്നില്ല, ഒരു ലോജിക്ക് കിട്ടുന്നില്ല. ഈവൻ ഡ്രഗ്സിന്റെ പുറത്താണെങ്കിൽ കൂടിയും ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ കൊല നടത്തിയിട്ട് പിന്നെ എത്രയോ മണിക്കൂറുകൾക്ക് ശേഷം അവൻ പോയിട്ട് മറ്റേ കൊല ചെയ്യുന്നതും തിരിച്ചു വരുന്നതല്ല. അപ്പം ഈ ഒരു ടൈം ഗ്യാപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെ ഇത് സാധിക്കുന്നുള്ളത്. അപ്പൊ ഇത് പ്ലാൻ ചെയ്താണ്ട് ഇതൊന്നും നടക്കത്തില്ല.